നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ റെസിൻ വെച്ചിട്ട് ഒരു മൊബൈൽ കവർ ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതൊരു പഴയ മൊബൈൽ കവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പോയി അതിങ്ങനെ മുകൾ ഭാഗമൊക്കെ കീറി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് അതിന് വേറെ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കവറാണെങ്കിൽ അധികം മോശമൊന്നും ആയിട്ടില്ലെങ്കിൽ കീറിപ്പോൾ അതൊക്കെയാണ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ റെസിൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ആ കവറിൻ്റെ മുകൾ ഭാഗം ഒരു ലെതർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങോട്ട് കീറിയെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ട്രാൻസ്പെറൻറ്റ് കവറൊക്കെ കിട്ടില്ലേ മൊബൈലിന്, ആ കവറൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉള്ള ഗമ്മൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം ആണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സ്കെൽറ്റൻ ലീഫാണ്. അപ്പോൾ ഈ സ്കെൽറ്റൻ ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് കണ്ടു നോക്കൂ, എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിന് പാകത്തിനുള്ള ഒരു ചെറിയ ഇലയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിൽ കവറിൽ കറക്റ്റ് നിൽക്കണ്ടേ. പിന്നെ ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, ഫെവിക്രിലിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്കെൽറ്റൻ ലീഫിൽ കളർ ചെയ്യണത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ബാക്കിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്കെൽറ്റൻ ലീഫ് കളർ ചെയ്യാൻ. കാരണം ആ കളറ് പുറത്തേക്ക് എന്തായാലും ആവുമല്ലോ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ വെക്കുക അല്ലെങ്കിൽ കവർ വെക്കുകയാണ് ഏറ്റവും സേഫ്. നമ്മൾ സാധാ ന്യൂസ് പേപ്പർ വെക്കുകയാണെങ്കിൽ ആ പെയിൻറ്റ് മുഴുവൻ ആ ന്യൂസ് പേപ്പറിൽ വലിച്ചു പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എന്തെങ്കിലും വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്, അതിൽ പിടിക്കില്ല. അപ്പോൾ അത് നന്നായി ഉണങ്ങാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ലീഫ് അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ലീഫിൽ കറക്റ്റ് പെയിൻറ്റ് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ പെയിൻറ്റ് പിടിച്ചിട്ട് കിട്ടും. ഇനി നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ച മൊബൈലിൻ്റെ കവറിലെ അതിൻ്റെ മുകളിൽ ഇത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു സ്റ്റൈലിൽ നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ഗമ്മിട്ടിട്ട് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പെയിൻറ്റിൻ്റെ ആകുമ്പോൾ ചിലപ്പോൾ അതിലങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ റെസിൻ ചെയ്യുന്നത് കൊണ്ട് അതവിടെ ഉറച്ച് നിന്നോളും. ഇല്ലെങ്കിൽ ഒരു തുള്ളി ഗമ്മാക്കി കൊടുത്തിട്ട് നമ്മൾ അത് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് റെസിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റെസിനാണ്. റെസിൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 2 ബോട്ടിൽ കിട്ടും. ഒന്ന് റെസിനും ഒന്ന് അതിന് ഹാർഡർ എന്ന് പറയും, അതുണ്ടാവും. ഇത് ഞാൻ ആമസോണിലാണ് വാങ്ങിയിട്ടുള്ളത്, 500 രൂപയാണ്. അപ്പോൾ ഈ 2 ബോട്ടിലും അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം. ഇത് കെമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഇത് അളക്കാൻ ഞാനൊരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് പറയുന്നത് 3:1 എന്നുള്ളതാണ്. അതായത് ഈ വലിയ ബോട്ടിലുള്ളത് നമ്മൾ ആ സ്പൂണിന് എടുക്കുമ്പോൾ 3 പ്രാവശ്യം എടുക്കണം. ഞാൻ ഈസി ആക്കിയിട്ട് പറഞ്ഞുതരാണ്. അപ്പോൾ 3 പ്രാവശ്യം ആ ഒരു സ്പൂണിന് എടുക്കുക. ഏതാണോ നമ്മൾ അളവിന് എടുക്കുന്നത്, അത് സ്പൂണാണോ ചെറിയ ഗ്ലാസ്സാണോ ഏതാണെങ്കിലും അത് 3:1 എന്നുള്ളതാണ് അതിൻ്റെ റേഷ്യോ. അങ്ങനെ വേണം നമ്മളെടുക്കാൻ. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക റെസിൻ. ഹാർഡർ പക്ഷേ അത്ര കട്ടിയുള്ളതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഇതിൽ കുട്ടികളെ കൂടെ കൂട്ടാൻ നിൽക്കരുത്. കുട്ടികളെ കയ്യിലോ കുട്ടികളുടെ കണ്ണിലോ ഒന്നും ആവരുത്. ഇത് കെമിക്കലാണ്. പിന്നെ അത്യാവശ്യം തുറന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളും സൂക്ഷിക്കണം, നമ്മളെ കണ്ണിലോ മുഖത്തോ ഒന്നും ആവരുത്. കയ്യിൽ എപ്പോഴും ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ റെസിൻ വെച്ചിട്ട് നമുക്ക് പല എന്താ പറയുക, നമ്മുടെ നെയിമിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കീ ചെയിൻസ് ഉണ്ടാക്കാം, ഫോട്ടോസ് ചെയ്യാം.
അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഏതായാലും ഞാനിത് വാങ്ങിയിട്ട് ഞാൻ കീ ചെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിന്നെ മൊബൈൽ കവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സ്പൂണിന് 3 സ്പൂണാണ് റെസിൻ എടുത്തത്, പിന്നെ 1 സ്പൂൺ ഹാർഡറും എടുത്തു. അത് അതിൽ നിന്ന് ഇങ്ങോട്ട് റെസിൻ ആ സ്പൂണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ തോണ്ടിയെടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മളിത് എടുത്ത് വെക്കണം. ഇളക്കാതെ വെക്കണം, ഇല്ലെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ബബിൾസ് വരും. എന്നിട്ടും ഞാൻ ചെയ്തിട്ട് ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് ഇത് ഇളക്കാതെ വെക്കണം. ഇനി നമ്മളൊരു പേപ്പറോ ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തിലാണോ ഇത് ചെയ്യാൻ പോണത് ആ സാധനം വയ്ക്കുക. ഈ റെസിൻ വാങ്ങിക്കുമ്പോൾ റെസിൻ്റെ കൂടെ തന്നെ അതിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എഴുതിയിട്ട് നമുക്ക് കിട്ടും. അത് മുഴുവൻ നമ്മൾ വായിച്ച് നോക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെസിൻ ഈ മൊബൈൽ കവറിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ അത് ഫുള്ളാക്കി കൊടുക്കുക. നമ്മൾ കുറേ ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ആക്കാനുള്ളത് കിട്ടും. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്തിട്ട് കൊടുക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. അടിയിലുള്ള തുണിയിലോ പേപ്പറിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിലിങ്ങനെ പിടിച്ചു പോകും. അപ്പോൾ ഒരുപാട് എടുത്ത് ഒഴിക്കുകയും ചെയ്യരുത്. ഞാനിത് ഒഴിച്ചതിൽ ഒരു ഭാഗത്ത് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അധികം ഇല്ല ഈ കവറിൻ്റെ പുറമേ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തുടച്ചൊക്കെ എടുത്തു. പക്ഷേ ആ അടിയിലിട്ട ടവൽ ആ ഭാഗം ഭയങ്കര ഹാർഡായിട്ടാണ് വന്നത്. പിന്നെ അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും റെസിനായി എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. കാരണം ഈ നമ്മൾ ഡിസൈൻ കൊടുത്ത ലീഫില്ലേ അത് ഫുൾ കവറായി എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. ഞാൻ ആ കവറിൻ്റെ സൈഡൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അതൊന്ന് ഇങ്ങനെ കുറച്ച് ഓവർഫ്ലോ ആയ പോലെ ഇങ്ങനെ വന്നു. അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്. എന്നിട്ട് അതിൽ ചെറിയ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് മെല്ലെ ഒരു പിന്ന് വെച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്കിതിന് ഈ ബബിൾസിനെ കളയാനുള്ള ഒരു മെഷീനൊക്കെ കിട്ടാനുണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളിങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഒരു 24 hours നമ്മളത് അനക്കാതെ വെക്കണം. അപ്പം നമുക്കിതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള മൊബൈൽ കവർ നമുക്ക് കിട്ടും. അതിൽ ഡിസൈൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലെയിനായിട്ട് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ചെയ്യാം. ഇതേപോലെ സ്കെൽട്ടൺ ലീഫ് വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ സ്കെൽട്ടൺ ലീഫിന് പെയിൻറ്റ് ചെയ്യാതെ അങ്ങനെ മാത്രമായിട്ട് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.